പടച്ചോൻ വല്ലാത്തൊരു സംഭവമാട്ടോ. നമ്മളെ കരയിപ്പിക്കേണ്ട രീതിയിലൊക്കെ കരയിപ്പിക്കും. ഒരുപാട് സങ്കടങ്ങൾ തരും, നമ്മളെ പ്രയാസപ്പെടുത്തും, ഒറ്റപ്പെടുത്തും. അവസാന സമയമാവുന്ന സമയത്ത് നമുക്ക് സന്തോഷം തരാതെ പടച്ചോൻ എങ്ങോട്ടും പോവാറില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇങ്ങനെ സങ്കടം കുന്നോളം മനസ്സിൽ കയറുന്ന സമയത്ത്, പ്രയാസം കൊണ്ട് ഇങ്ങനെ വലയുന്ന സമയത്ത്, വിങ്ങിപ്പൊട്ടുന്ന സമയത്ത് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ നേരം ആകാശം ഇങ്ങനെ നോക്കിയിരിക്കും. ആ ആകാശം നോക്കുന്ന സമയത്ത് ഒരു തൂണ് പോലും നൽകാതെ, ഒരു ബാലൻസ് പോലും ചെയ്യാതെ ആകാശം ഇങ്ങനെ നിലനിർത്താൻ കഴിവ് പടച്ചോനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ കാണാൻ പടച്ചോനിക്ക് കഴിയും. അതിന് മാത്രം കഴിവൊന്നും നമ്മളെ സങ്കടം കാണാൻ പടച്ചോന് വേണ്ട എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ വരും, സങ്കടങ്ങൾ വരും, വിഷമങ്ങൾ വരും, ഒറ്റപ്പെടും. ഒക്കെ ഒറ്റപ്പെട്ട് കഴിഞ്ഞാലും പടച്ചോൻ നമ്മളെ ദുആ കേൾക്കുന്നില്ല എന്നുള്ളത് തോന്നലൊന്നും വേണ്ട. നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് മൂപ്പരാൾ അതിങ്ങനെ മാറ്റി വെച്ച് അവസാനം തരും. ആ തരുന്ന സമയത്ത് നീ വിചാരിക്കും, ഇതിനായിരുന്നോ പടച്ചോൻ ഇത്രയും കാലം ഇങ്ങനെ പരീക്ഷിച്ചത് എന്നുള്ളത്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ആ സമയത്ത് നടക്കും. വീണ്ടും 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 ഒരു കാര്യം പറയാനുണ്ട്. പടച്ചോൻ ദുആ കേൾക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട. കഷ്ടപ്പാടിലും സന്തോഷത്തിലൊക്കെ പടച്ചോൻ നമ്മളെ കൂടെ ഉണ്ടാവും.